24 വർഷത്തെ KSFE-യിലെ ജീവിതം ഒരു വല്ലാത്തൊരു ഒരു ഞെരുക്കമായിരുന്നു അല്ലേ? ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ഉത്തരം കൊടുക്കണം, ഇവിടുത്തെ കാര്യം നടക്കണം അല്ലേ? വല്ലാതെ ഞെരുക്കമായിരുന്നു. അതെ അതെ, വല്ലതും കഴിക്കുകയും വേണ്ടേ? അതുകൊണ്ട് KSFE ഉണ്ടായാൽ പറ്റൂ. മാത്രമല്ല KSFE നല്ലൊരു സ്ഥാപനവും കൂടിയാണ്. ഞാൻ ജീവിച്ചു പോകുന്ന സ്ഥാപനം എന്നുള്ളതല്ല, പ്രേക്ഷകർ എല്ലാവരും, കേരളത്തിലെ ജനങ്ങളെല്ലാവരും ചെറിയ ചെറിയ തുള്ളി പൈസകൾ സ്വരൂപിച്ച് അവർ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അത് ഉപകരിക്കപ്പെടുന്നു. അത്യാവശ്യം വായ്പ എടുക്കാൻ, ലോൺ എടുക്കാൻ അത് ഉപകരിക്കുന്നു. അങ്ങനെ KSFE നന്മ നിറഞ്ഞൊരു പ്രസ്ഥാനം തന്നെയായിരുന്നു. എങ്കിലും സാധാരണ ഒരു സ്ഥാപനത്തിൽ, ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം പ്രഷർ ഉണ്ടാവും, ടാർഗറ്റ് ഉണ്ടാവും. അതിന്റെ കൂടെ സമാന്തരമായിട്ട് കലാപ്രവർത്തനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക നടന്ന രീതിയിൽ 19 പടങ്ങൾ ചെയ്യുന്നു അല്ലേ? അപ്പൊ ഒരിടത്ത് ടൈറ്റും ഒരിടത്ത് ഫ്രീ ആയിട്ട് നിൽക്കണം. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത്രയും വർഷമായിട്ട് രണ്ടുകൂടെ? അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ജീവിതത്തിൽ പല നമുക്ക് എന്താണ് മാർഗങ്ങളുണ്ട് ഒരു ലക്ഷ്യത്തിലെത്താൻ. അപ്പോൾ നമ്മൾ ഏത് വഴിയാണ് കടന്നു പോകുന്നത് അത് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണമെന്നില്ല. കല്ലും മുള്ളുമൊക്കെ പറഞ്ഞത് തന്നെയായിരിക്കും. പക്ഷേ ഏതിനെയും നമ്മൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി നേരിടുന്നോ അവിടെ നമുക്ക് നന്മയായി ഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ ഭാവിക്കുന്നതായിരിക്കും ഭവിക്കുന്നത് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ തീർച്ചയായും അതിന് ഒരുപാട് നല്ല വശങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വശങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നത്, KSFE-യിൽ തന്നെ ഞാൻ ഒരുപാട് ജനങ്ങളുമായിട്ട്, ഒരുപാട് പിന്നെ കസ്റ്റമേഴ്സുമായിട്ട് പരിചയപ്പെടാൻ, ബാങ്ക് മാനേജറായിരിക്കുമ്പോഴും ഒരുപാട് പേര് എന്നെയാണല്ലോ ആദ്യം വന്ന് കാണുന്നത്. അപ്പോൾ അവരുമായിട്ട് ഇടപഴകാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാനും, അത് കലയ്ക്കും വേണ്ടി ഉപയോഗിക്കാം, കലയിലൂടെ തന്നെ സ്ഥാപനത്തിന് വേണ്ടിയും എനിക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. എങ്കിലും KSFE ജോലി ഇനിയിപ്പോൾ ആ ജോലി വിട്ട സ്ഥിതിക്ക് ധൈര്യത്തെ പറയാൻ കേട്ടോ. ശരിക്കും പറഞ്ഞ ഈ ഒരു കലാകാരൻ സിനിമയിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വെറും KSFE-കാരനായിട്ട് അങ്ങ് പോയേനെ, ഈ ജീവിതം അങ്ങനെ പോയേനെ അല്ലേ? അതൊരു സത്യമാണ്. മറ്റൊരു സത്യം കൂടെ ഉണ്ട്. KSFE-യിൽ ഉന്നത ഒരു ജോലിയിലിരിക്കുന്നത് കൊണ്ട് എനിക്കതിൻ്റേതായ ഒരു മാന്യത നമ്മുടെ കലയിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ, കലാ പ്രസ്ഥാനത്തിലും കിട്ടിയിട്ടുണ്ട്. ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിരുന്നാലും എൻ്റെ മാനേജറാണ്, KSFE-യുടെ മാനേജറാണെന്നുള്ളൊരു അംഗീകാരം ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പൊതുവെ നമ്മുടെ ലൊക്കേഷനിലൊക്കെ നമുക്ക് ആ മാന്യമായൊരു സ്ഥാനം അതുവഴിയും കിട്ടിയിട്ടുണ്ട്. എങ്കിലേ ജോബിച്ചേട്ടന് പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് ജോബിച്ചേട്ടന് ആർക്ക് വഴക്ക് പറയാൻ തോന്നുന്നില്ല. ഒന്നാമത് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ഒരു ലാളിത്യം, മാത്രമല്ല ആൾക്കാർ ഇടപെടുന്ന രീതിയിലൊക്കെ ഒരിക്കലും എനിക്ക് തോന്നുന്നു അത്രത്തോളം പ്രഷർ ഒരു വിഷയം ജോലി കിട്ടി. അതെ, പക്ഷേ ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മിമിക്രിയും മറ്റു കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് തടസ്സപ്പെട്ടിട്ടുണ്ട് ജോലി. പിന്നെ അതായത് ചിലപ്പോൾ 3 മാസം ലീവ് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. പലപ്പോഴും 3 മാസം വെച്ച് പലപ്പോഴും ഞാൻ ലീവ് എടുത്ത് ഏതാണ്ട് ലോകരാജ്യങ്ങളൊക്കെ കറങ്ങാനുള്ളൊരു അതുവഴി അവസരവും അത് അവരെക്കുറിച്ചുള്ള മനസ്സിലാക്കുവാനും, അവിടെ ചെന്ന് അവരോട് കല അവതരിപ്പിക്കാനും അവരുടെ ചരിത്രങ്ങൾ അറിയുവാനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ഈ പിന്നെ KSFE-യെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്നോട് കാര്യമായിട്ട് സഹകരിച്ചിരുന്നു കേട്ടോ. ഇത്രത്തോളം ആകാൻ പറ്റില്ല. നമുക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോഴും എൻ്റെ ജോലികൾ അതൊക്കെ അവരും ഷെയർ ചെയ്ത് ഇവിടെ ചെയ്തിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിലും തുറന്ന് ഞാൻ ചോദിക്കുമ്പോൾ സത്യമായിട്ട് പറയണം, നല്ല പ്രായം മുഴുവൻ, നല്ല പീക്ക് ടൈം മുഴുവൻ ചെലവഴിച്ചത് മുഴുവൻ ജോലിക്ക് വേണ്ടിയാണ്. ആ സമയത്ത് സിനിമയിൽ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗിന്നസ് പക്രുവായിട്ടോ അല്ല ആ രീതിയിലൊക്കെ ഒരുപക്ഷെ നല്ല വേഷങ്ങൾ കിട്ടുമായിരുന്നല്ലോ. നല്ല വേഷങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ ഗിന്നസ് പക്രുവായിട്ടോ എന്ന് ഊഹിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ പക്കാ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കലാകാരനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ അഭിനയ ജീവിതത്തിലും സംവിധാനത്തുമൊക്കെ സംവിധാനമൊക്കെ ആയല്ലോ. മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ഒത്തിരി ക്വാളിറ്റി ഞാൻ പിന്നെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം കിട്ടിയില്ല. ഒരുപക്ഷെ അത് വിട്ടിട്ട് ഉറപ്പായിട്ട് എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടിയേനെ, അവസരങ്ങളും ഒത്തിരി ഉണ്ടാകുമായിരുന്നു, സമയവും കിട്ടിയേനെ. ആ സമയമാണല്ലോ ഇപ്പോൾ ഉദ്ദേശിച്ചത്. ആ സമയങ്ങൾ ഒത്തിരി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് പരമാർത്ഥമാണ്. എങ്കിലും ഈ മേഖല വിടണ്ട എന്ന് വിചാരിച്ചായിരിക്കും ഞെങ്ങി മൂളിയൊക്കെ ആയിരിക്കും 50ഓളം വേഷങ്ങൾ ചെയ്തേക്കുന്നത്. കാരണം എനിക്കൊക്കെ പരിമിതമായ വേഷങ്ങളല്ലേ ഉള്ളൂ.
അപ്പോൾ ഞാനൊക്കെ ലീവ് എടുത്ത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞിട്ട് അഭിനയിക്കാൻ മാത്രം നിന്നാൽ എനിക്കൊത്ത പിന്നെ കഥാപാത്രങ്ങളല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഞാനെടുത്ത വഴിയാണ് കറക്റ്റ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ജോലിയും കൊണ്ടുപോയി അഭിനയം ഒരുമിച്ച്. അതെ അതെ, ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും ഈ ശ്രദ്ധിക്കപ്പെടുന്ന കുറേ നല്ല വേഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അല്ലെ? മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന കുറേ വേഷങ്ങളുണ്ട്. എടുത്തു പറയത്തേക്ക് എന്തായിരിക്കും? ഓക്കെ, ഇത്രയും സിനിമ അഭിനയിച്ചു, ആ വേഷം കൊള്ള എന്ന് പറയുന്നൊരു പടമായിരിക്കും. ഇല്ല, ഞാൻ ആദ്യത്തെ എൻ്റെ സിനിമ തന്നെ ഏറ്റവും ആദ്യത്തതിനൊരു ഇഷ്ടം അല്ലാതെ തന്നെ കൂടുമല്ലോ, അച്ചുവേട്ടൻ്റെ വീടെന്ന് പറഞ്ഞ് ബാലചന്ദ്ര മേനോൻ്റെ ആ സിനിമയാണ് എനിക്ക് ഏറ്റവും ഏതാണ്ട് നിറഞ്ഞു തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റായിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ നെടുമുടി വേണു, അത് വേണുച്ചേട്ടൻ്റെ വീട് രോഹിണി ഹെട്ടങ്കടി ഭാര്യ, 2 പെൺമക്കൾ. 2 പെൺമക്കളുള്ള ഒരാൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ മതിലിനിപ്പുറം ഒരു പിന്നെ മെൻസ് ഹോസ്റ്റലാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റേതായ വിക്രികളെല്ലാം ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നവനായിട്ട് ഞാൻ ഉണ്ടായത്. ഇവിടെ നിന്ന് കൂവലും കൊണ്ട് കൂവി വേറെ കാണിക്കുന്നതും തുടങ്ങി ഒത്തിരി 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 പ്രശ്നങ്ങൾ അതിനകത്ത് അങ്ങനെയുള്ള തുടക്കമായിരുന്നു. അങ്ങനെ അവരുടെ വീടിൻ്റെ അണിക്കലിളക്കാനുള്ള ഒരു കഥാപാത്രമായിരുന്നു എനിക്ക് കിട്ടിയത്. ഒത്തിരി ഒത്തിരി പടങ്ങൾ. എനിക്ക് ഇതിലോട്ട് വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ അത് അന്നത്തെ പത്രങ്ങളിൽ ഏറ്റവും വലിയ മെയിൻ വാർത്ത അതായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ മോണാക്ട്, പിന്നെ നാടകം, കഥാപ്രസംഗം അതൊക്കെ കൈവയ്ക്കും. മോണാക്ട് ആയിരുന്നു. പിന്നെ നാടകവും അതുപോലെ ഉണ്ട് കേട്ടോ. നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് തൊട്ടേ സിനിമയെക്കാളേറെ നാടകം ഞാൻ ആഗ്രഹിച്ചിരുന്നവനാണ്. അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സംഭവങ്ങളില്ല. കാരണം ഇത് ഇപ്പം നാട്ടിൻപുറത്തെ ഒരു അമ്മാവൻ ഈ എന്താണ് അയാളുടെ നാട്ടിലെ റോഡ് കഞ്ചാമ്പഴിഞ്ഞ റോഡ് നന്നാക്കാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് 1001 പേരുടെ ഒപ്പിട്ട മെമ്മാറം കൊണ്ടുപോകും കഷത്തിലേക്ക് വന്ന് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അന്ന് ഈ പിന്നെ ഇങ്ങനെ ഡബിൾ സൈഡില്ലല്ലോ, ഒറ്റ ഇതാണ്. പകുതി വരെ ഓടി വരുമ്പോൾ അടുത്ത ബസ് തിരിച്ചു പോകും. അതിവിടെ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ നവരസങ്ങൾ ഫോണിലൂടെ വിളിക്കുന്നൊരു സംഭവമുണ്ട്. അത് പിന്നെ നമുക്ക് ആകാംക്ഷയുടെ നിമിഷങ്ങൾ നൽകിക്കൊണ്ടിരണല്ലോ ഓരോ പ്രാവശ്യവും ഫോൺ ആരാന്നറിയില്ല. അപ്പം അന്ന് ലാൻഡ് ഫോണ് വരുമ്പോൾ നമുക്ക് കൂടുതൽ എടുക്കുന്നത്. ഹലോ, അതെ ഫോണാകുള്ള പറയാതെ ശരിയല്ലേ, ഞങ്ങൾ വരണുണ്ട്. അങ്ങനെ അതുപോലെ പിന്നെ അതുപോലെ എനിക്കില്ല ചില ഇത് കേൾക്കുന്ന. ഹലോ, എപ്പോ എന്തായിരുന്നു അങ്ങനെ പോകുന്നൊരു സാധനം. ഇങ്ങനെയാണ് അവരക്ഷങ്ങള് ദേഷ്യം ഇതെല്ലാം വരുന്നുണ്ട്. പെട്ടെന്ന് ഇത്രയും കാണിച്ചു തന്നേ ഉള്ളൂ. മുഖത്ത് പല സാധനങ്ങളും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ സ്വന്തമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി അതിജീവനത്തിന്റെ ഭാഗമല്ലേ, പിടിച്ചു നിൽക്കണ്ട. അങ്ങനെയല്ല, അതൊക്കെ ഇഷ്ടമാണ്. അഭിനയം പണ്ടേ ഇഷ്ടമായിരുന്നു.